തെലങ്കാനയിൽ അട്ടിമറി വിജയം തേടിയാണ് ബി.ജെ.പി. ഇറങ്ങിയത്. തൊട്ടുചേർന്നുള്ള ആന്ധ്രയിൽ ടി.ഡി.പിക്കൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസം ബി.ജെ.പിക്കുണ്ടായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ തെലങ്കാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന 2995 സീറ്റുകളിൽ വെറും 300-ൽ പരം സീറ്റുകളിൽ വിജയിക്കാനാണ് ബി.ജെ.പിക്ക് സാധിച്ചത്. വോട്ടർമാർക്ക് പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും ഉത്തരേന്ത്യൻ മോഡൽ നടപ്പിലാക്കുവാനാണ് ബി.ജെ.പി. തെലങ്കാനയിൽ ഇറങ്ങിയത്. എന്നാൽ ഫലം വന്നപ്പോൾ പാർട്ടി അവിടെ 8 നിലയിൽ പൊട്ടി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെക്കുന്ന മികച്ച ഭരണം അവിടെ വോട്ടായി മാറിയതോടെ പൊരുതാൻ പോലും സാധിക്കാതെ ബി.ജെ.പി. കീഴടങ്ങി. ഇതിനിടയിൽ സംഭവിച്ച രസകരമായ ഒരു സംഭവം ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു വിടുന്നുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, ബി.ജെ.പി. സ്ഥാനാർത്ഥി തനിക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡിൽ പണം വാരി വിതറി. എന്നാൽ ഫലം വന്നപ്പോൾ സ്ഥാനാർത്ഥി അടപടലം പൊട്ടി. ഇതിന് പിന്നാലെ രംഗത്ത് വന്ന സ്ഥാനാർത്ഥിയുടെ ഭാര്യ വീടുതോറും കയറിയിറങ്ങി പണം തിരികെ വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. മഞ്ചേരിയാൻ മുനിസിപ്പൽ കോർപ്പറേഷനിൽ 9ാം ഡിവിഷനിൽ പരാജയപ്പെട്ട ബി.ജെ.പി. സ്ഥാനാർത്ഥി ജാഡി തിരുപ്പതിയുടെ ഭാര്യ രൂപ തിരുപ്പതിയാണ് വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തി പണം തിരികെ വാങ്ങിയത്. ഇത് സംബന്ധിച്ച വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിൽ വൈറലായിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകയായ രേവതി പങ്കുവച്ച വീഡിയോയിൽ വോട്ടർ പട്ടികയുമായി എത്തുന്ന രൂപ ഒരു വയോധികയോട് തന്റെ ഭർത്താവിനാണ് വോട്ട് ചെയ്തതെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കാണാം. ബി.ജെ.പിക്ക് വോട്ട് ചെയ്തില്ലെന്ന് വയോധിക സമ്മതിച്ചതോടെ വോട്ട് പിടിക്കാൻ നൽകിയ 3000 രൂപ അവർ തിരികെ വാങ്ങി. ഒന്നുകിൽ എനിക്ക് വോട്ട് ചെയ്തെന്ന് സത്യം ചെയ്യുക, അല്ലെങ്കിൽ പണം തിരികെ നൽകുക എന്ന് രൂപ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം. പണം വാങ്ങിയ ശേഷം തന്റെ കൈവശമുള്ള രജിസ്റ്ററിൽ ഇവർ അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 11-ന് നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് ജാഡി തിരുപ്പതി പരാജയപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യ രൂപ രംഗത്ത് വന്ന് താൻ കൈമടക്ക് നൽകിയ പണം വോട്ടർമാരുടെ വീടുകളിലെത്തി തിരികെ വാങ്ങിയത്. പണം കൊടുത്താലൊന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന വലിയ സന്ദേശം ഇതുവഴി ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കും ഭാര്യയ്ക്കും ലഭിച്ചുവെന്ന് കരുതുന്ന കമന്റുകളും പുറത്തു വരുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ഒഴുക്കി ബി.ജെ.പി. പല തെരഞ്ഞെടുപ്പുകളും അട്ടിമറിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പരിപ്പ് വേവില്ലെന്ന് ഇനിയെങ്കിലും ബി.ജെ.പി. തിരിച്ചറിയണം. കർണാടകയിലടക്കം വലിയ പരാജയം ഏറ്റുവാങ്ങിയ ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ ക്ലച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് പണം എറിഞ്ഞുള്ള കളികൾക്ക് ബി.ജെ.പി. ഇറങ്ങിയത്. എന്തായാലും ഫെബ്രുവരി 13-ന് പുറത്തുവരുന്ന ഫലമനുസരിച്ച് 1537 വാർഡുകൾ നേടി കോൺഗ്രസ് വൻ വിജയം കൈവരിച്ചപ്പോൾ BRS 781 സീറ്റുകളും ബി.ജെ.പി. 336 സീറ്റുകളുമാണ് നേടിയത്. ശക്തമായ പ്രചാരണം നടന്നിട്ടും ബി.ജെ.പിക്ക് വെറും 13% വാർഡുകളിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ. ഇതിന്റെ ക്ഷീണത്തിൽ നിൽക്കുമ്പോഴാണ് വോട്ടിന് നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ഭാര്യ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ఇది మాట్లాడి మీ నాన్న పేరేంటి మాట్లాడి నర్సమ్మ నేను వందవాళ్ళు ఇవ్వరు, నువ్వు రమ్మనోళ్ళు ఇవ్వరు, వచ్చి అడుక్కునేందుకు చెప్పు. 3000 లెక్క పెట్టుకో. రేపు ఉండే డబ్బులు మిమ్మల్ని ఏకరు ఇప్పుడు కదా చెప్తాను. దమ్మున మొగడే అన్న దమ్మున మొగడే ఉంటుంది.